അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന സമയമാകുമ്പോൾ മോശയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മോശയെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. മോശ ജനിച്ചത് തന്നെ ദൈവിക പദ്ധതിയിൽ ആയിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ജനനം മുതലേ ഇടപെടുന്ന ദൈവിക ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്കും ആ സമയത്തിനും ഒരിക്കലും മാറ്റം വരികയില്ല എന്ന് നാം തിരിച്ചറിയണം. ഈ മോശ വളർന്നതും അവൻ്റെ ആയോധന കലകൾ അഭ്യസിച്ചതും അവൻ വിദ്യാസമ്പന്നനായി മാറിയതും എല്ലാം രാജകൊട്ടാരത്തിൽ വെച്ചാണ്. രാജകീയ പദവിയിൽ ആ അനുഭവത്തിൽ വളർന്നു വരുന്ന മോശയെ ദൈവത്തിന് ഉപയോഗിക്കണമായിരുന്നെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ വെച്ച് അധികാരമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, പ്രതാപമുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ ദൈവത്തിന് ഉപയോഗിക്കണമായിരുന്നു. പക്ഷെ ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവൻ്റെ സകല കഴിവുകളെയും പ്രാപ്തികളെയും അടിയറവ് പറയിച്ചിട്ട് ദൈവം അവനെ ഒരുക്കിയെടുക്കുന്നത് മോശയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് എന്തെങ്കിലും കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് ഒരുപക്ഷെ എന്നിലൂടെ യാതൊന്നും ചെയ്യാൻ സാധ്യമാവുകയില്ല. ഞാൻ എപ്പോൾ താഴ്ത്തുന്നുവോ, ഞാനെപ്പോൾ എന്നെ സമർപ്പിക്കുന്നുവോ ആ സമയം മുതൽ ദൈവിക ഇടപെടലുകൾ എൻ്റെ ലൈഫിൽ കടന്നു വരുന്നത് അവൻ്റെ പാത്രമായി, ആയുധമായി ദൈവം എന്നെ ഉപയോഗിക്കുന്നതും എനിക്ക് കാണാൻ കഴിയും. ഇത് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വഴിയിലൂടെ പോയാലും അവൻ നിങ്ങളെ പിടിച്ച് അവൻ്റെ പാതയിൽ കൊണ്ടെത്തിക്കുമെന്ന് മാത്രമല്ല, ഉടച്ച് ഒരു നല്ല പാത്രമായി അവൻ ഉപയോഗിക്കത്തക്ക രീതിയിൽ അനുഭവവേദ്യമാക്കാൻ നിങ്ങൾ ഒരുക്കി കൊടുക്കുമെങ്കിൽ ഇത് നിങ്ങളുടെ സമയമായി ദൈവം മാറ്റട്ടെ. വിദ്യാസമ്പന്നനായ ആയോധിക കലകളിൽ അഭ്യസിച്ചിരുന്ന സകല പ്രാപ്തിയും നൈപുണ്യവുമുള്ള മോശയെ അവൻ്റെ ആ അവസ്ഥയിൽ നിന്ന് തച്ചുടച്ച് താഴെ ഇരുത്തി മരുഭൂമിയുടെ ഉഴന്നു നടന്നവനാക്കി ആദ്യത്തെ 40 വർഷം സുഖകരമായ നല്ല രാജകീയ അനുഭവങ്ങളോട് ജീവിച്ച മോശയെ അടുത്ത 40 വർഷം അലച്ചിലിൻ്റെയും ഉഴച്ചിലിൻ്റെയും ഒരു അനുഭവത്തിലേക്ക് കടത്തിവിട്ട് ജീവിതം എന്തെന്ന് പഠിപ്പിച്ച് ഒരുക്കിയെടുത്ത് അടുത്ത 40 വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന പദവിയിലേക്ക് ശ്രേഷ്ഠകരമായി മാനിച്ചുയർത്തി ഒരു ശക്തമായ ദൈവിക അഭിഷക്തനായി ഒരുക്കിയെടുത്ത് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില ഒരുക്കത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഇടക്കാലങ്ങളിൽ കഷ്ടതകളും വേദനകളും അലച്ചിലുകളും ഉഴച്ചിലുകളും കിടപ്പുകളും വരുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണ്. ഇതിൽ നിന്നും ദൈവം നമ്മെ ഒരുക്കി പുറത്തെടുത്ത് ശക്തിയോട് ആർജവത്തോടെ അവന് വേണ്ടി ഓടിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. മോശയെ വിളിക്കേണ്ട സമയമാകുമ്പോൾ അവൻ ഹോരേബിലേക്ക് ആടുകളെയും കൊണ്ട് പോകുന്നത് കാണാൻ കഴിയുന്നത്. ഹോരേബിൽ വെച്ച് മോശ കേൾക്കുന്ന ഒരു ഡബിൾ കോളിംഗ് ആണ് മോശേ മോശേ എന്നുള്ളത്. ഒരു ഡബിൾ കോളിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായ ചില ചിന്തകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അത് നിങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയം ആ മോശയുടെ മേൽ വന്നു വീണ ഡബിൾ കോളിങ്ങിന്റെ പുറകിൽ വ്യാപരിച്ച ചില പശ്ചാത്തലത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പാഠപുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വേദഭാഗം എന്ന് പറയുന്നത്, അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ആടിനെയും കൊണ്ടാണ് ഇവൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. ഈ മരുഭൂമിക്കപ്പുറത്ത് ഹോരേബിൽ ചെന്നപ്പോഴാണ് മുൾപടർപ്പ് കത്തുന്നതെന്ന് മോശയ്ക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണ് മോശ ഹോരേബിലേക്ക് എത്തിയത്? മരുഭൂമി എന്ന് പറയുന്നത് നിർജ്ജനമായ ഒരു വരണ്ട പ്രദേശമാണ്. എന്നാൽ ഹോരേബിൽ എന്തുണ്ട്? ഹോരേബിൽ പച്ചപ്പുണ്ട്. ചില പച്ചപ്പുകൾ അന്വേഷിച്ച് ആടുകളെയും കൊണ്ട് ഹോരേബിൽ എത്തിയ മോശയ്ക്ക് കാണാൻ കഴിഞ്ഞത് അവന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വിളിയാണ്. മോശെ മോശെ എന്ന ഡബിൾ കോളിങ്ങിൽ വിളിച്ച് അവനെ ഒരുക്കിയെടുക്കത്തക്ക രീതിയിലേക്ക് ഒരു അഗ്നിഗോളം, ഒരു അഗ്നിജ്വാല അവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടുക്കിലേക്ക് മോശ എത്തുമ്പോൾ അതിനകത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണ്, ഇനി നീ എനിക്ക് വേണ്ടി ഇറങ്ങേണ്ട സമയമാണ്. ഇതുപോലെ ദൈവിക കരങ്ങൾ നമ്മുടെ വിളികളിൽ വെളിപ്പെടുന്ന സമയമാകുമ്പോൾ ദൈവിക വിളിയുള്ളവരാണോ നിങ്ങൾ? ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണോ? ഇതുപോലെയുള്ള ചില തീയുടെ അനുഭവങ്ങൾ നിങ്ങൾ കാണും എന്ന് മാത്രമല്ല, അതിൻ്റെ നടുവിൽ നിന്ന് ഇതുവരെ ഇടപെടാത്ത ചില ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കും. അതിനു മുൻപ് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു നടുനായകത്വം വഹിക്കുന്ന ലീഡർഷിപ്പിലേക്ക് ചിലരെ ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു സീസണാണ് ഇത് എന്ന് മറന്നു പോകരുത്.
മോശ ഹോരേബിലേക്ക് എത്തുന്നത് തീ കാണാനോ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടിട്ടോ അല്ല. ആടുകളെ മേച്ച് പച്ചപ്പ് തേടി ഹോരേബിൽ എത്തിയവന്റെ മുൻപിൽ വെളിപ്പെട്ട കത്തുന്ന തീ. മോശ വന്നത് ഒരു പർപ്പസിന് വേണ്ടിയാ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മറ്റൊരു പദ്ധതി പുറത്തു വരും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നാം എന്തുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. മോശ ഹോരേബിലേക്ക് എത്തുമ്പോഴല്ല അവിടെ തീ കത്തി തുടങ്ങുന്നത്, അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. സത്യത്തിൽ മോശയെ അവൻ നിയോഗത്താൽ ഹോരേബിലേക്ക് എത്തിക്കുകയായിരുന്നു, ചില തീ കാണുവാൻ വേണ്ടി. ദൈവികമായ അനുഭവത്തിലേക്ക്, ദൈവ പദ്ധതിയിലേക്ക് നാം അറിയാതെ ചെന്നെത്തുന്ന അനുഭവങ്ങളിൽ ചില ദൈവിക ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നത് നാം മറന്നു പോകരുത്. നാം ചെന്നെത്തുന്ന ചില സാഹചര്യങ്ങൾ, ചില മേഖലകൾ, അത് നാം പ്ലാൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിൽ പോകുന്നതല്ല. ചിലതെല്ലാം ദൈവം പ്ലാൻ ചെയ്ത് നമ്മെ അവിടെ എത്തിക്കുന്നത് പോലെ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയാൻ, അനുഭവിപ്പാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. അവിടെ കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത് തീ കത്തുന്നതല്ല. തീയുടെ പ്രത്യേകത സകലത്തെയും ദഹിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. എന്നാൽ തീ കത്തുകയും കത്തുന്ന തീയിൽ വെന്തുപോകാതെ നിൽക്കുന്ന മുൾപ്പടർപ്പിന്റെ കാഴ്ച എന്തെന്നറിയുവാനുമാണ് മോശ അടുത്തേക്ക് ചെല്ലുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് തീയല്ല, വെന്തുപോകാതെ നിൽക്കുന്ന മുൾച്ചെടിയാണ്. ദൈവത്തിന്റെ അനുഭവത്തിൽ, ദൈവത്തിന്റെ ഇടപെടലുകളിൽ ഇതുപോലെ തീയുടെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അത് നമ്മെ ദഹിപ്പിച്ച് കളയുന്ന അനുഭവത്തിലല്ല. ഒരുവനെ കുറിച്ച് ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ ഇറങ്ങുന്ന തീയുടെ അനുഭവം നിങ്ങളെ ദഹിപ്പിച്ച് കളയുന്നതല്ല, അതിൽ നിന്നും വെന്തുപോകാത്ത ചില അത്ഭുതങ്ങളെ കാണുന്ന മേഖലയിലേക്ക് ദൈവം സാഹചര്യങ്ങൾ എത്തിയിരിക്കും. ഉപേക്ഷിക്കേണ്ട ചിലതിനെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ ആ ദൈവ സാന്നിധ്യത്തോട് അടുത്തു ചെല്ലാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇതുവരെ ഇടപെടാത്ത ദൈവിക ശബ്ദങ്ങൾ ഇടപെടുകയും നിങ്ങളെ നേർവഴിയിലൂടെ നയിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എടുത്തു വെക്കുന്ന മുഖാന്തരങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. 40 വർഷത്തെ ഒരുക്കം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും ഇടപെടാത്ത ദൈവിക ഇടപെടലുകൾ, ആരോടും ഇടപെടാത്ത ദൈവിക സംസർഗം, സംസാരം, നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ട്. ആ പ്രിപ്പറേഷൻ പീരീഡിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് മറ്റാരോടും ഇടപെടാത്തതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവത്തിന് അത്രമാത്രം ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ വേദനയിൽ, കഷ്ടതയിൽ തീ പോലെ എരിയുന്ന ചില അനുഭവങ്ങളിൽ ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കാനുള്ളത് ഞാൻ നിന്നിലൂടെ സംസാരിക്കുമെന്ന് ദൈവം മോശയോട് പറയുമ്പോൾ ഇന്ന് നിങ്ങളെ ദൈവം അതിനായി ഒരുക്കിയെടുക്കാൻ താല്പര്യപ്പെടുമ്പോൾ, ചില തീയുടെ അനുഭവങ്ങൾ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, എസ്പെഷ്യലി നിങ്ങളോട് ദൈവത്തിന് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതൊന്നും നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണമെന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കാനും നേർവഴിക്ക് നടത്താനും ഒരുക്കിയെടുക്കാനും നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും തീ കാണുന്നത്. ഇവിടെ മോശ ഒരു ഉപകരണം മാത്രമാണ്. മോശ എന്ന പ്രവാചകനിലൂടെ ഒരു ജനത്തെ ഒരുക്കിയെടുക്കുവാനും അവരെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുവാനും ദൈവത്തിനൊരു പദ്ധതിയുള്ളപ്പോൾ മോശയെ അതിന് ഉപയോഗിക്കുക മാത്രമായിരുന്നു. ഇത് കേൾക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എടുത്തു കൊണ്ടുവയ്ക്കുന്നതിന് പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്നിലൂടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളെ ഒരുക്കിയെടുക്കാനും അവർക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു കൊടുക്കാനും അവരുടെ പ്രവാചകനായിരിക്കാനും അവരുടെ ഒരു ലീഡർ ആയിരിക്കാനും എന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഒരു തീ കണ്ടവനെ തീയാക്കി മാറ്റുന്നവനാണ് ഈ ദൈവം. അവന്റെ തേജസ്സിനെ ഇറക്കി മോശയുടെ മുഖം പ്രക്ഷോഭിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില തീയുടെ അനുഭവങ്ങളിലേക്ക് നാം മാറ്റപ്പെടുമ്പോൾ നാളെ ദൈവത്തിന്റെ പ്രസന്നത, ശോഭ, തേജസ് നമ്മുടെ മുഖത്ത് പ്രകാശിക്കാനാണ്. അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറാനാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. നമുക്കും എഴുന്നേൽക്കാം മറ്റുള്ളവർക്ക് വേണ്ടി. ചില ഫറവോന്മാരുടെ മുമ്പിൽ ശക്തിയോടെ, ഉറപ്പോടെ നിൽക്കത്തക്ക രീതിയിലേക്ക് ബലവും ധൈര്യവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ പുറകിൽ എന്നെ അനുഗമിക്കുന്ന അനേകം ആളുകളെ നയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ മേൽ ദൈവം തന്നിട്ടുള്ളത് കൊണ്ടാണ് അവൻ എന്നോട് ഇടപെടുന്നത്. ആ തീ ഞാൻ കണ്ടത്, ആ ശബ്ദം ഞാൻ കേട്ടത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് പ്രാപിക്കാൻ കഴിയട്ടെ. ഇതുപോലെ തീ കണ്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ നിങ്ങൾ തീ കാണും. നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ ആ തീയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഒരുക്കി ആ നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ ആനയിക്കുന്ന സമയം അതിവിദൂരമല്ല. അതിനുവേണ്ടി ഒരുങ്ങുവാനും പ്രാർത്ഥിപ്പാനും പ്രാപിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.